ഞാനാ ഞാൻ വെറുതെ ഇരിക്കുക. എന്താ വേറെ ഒന്നും അറിയാനല്ല. അതെ, നീ ഏതാ പിക്കോടിയ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യണ? ഞാൻ നമ്മുടെ പിക്സ്കാർട്ടിലൂടെ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായി എഡിറ്റ് ചെയ്യാൻ പറ്റും. കാണണോ? വാ കാട്ടിത്തരാം. അതെ ഗൈസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഫോട്ടോ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ആപ്പും കൂടിയാണ് പിക്സ്കാർട്ട്. ഈസി ആയിട്ടും നല്ല രീതിയിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഈ കാണുന്ന ഒരു ഫോട്ടോ ആയാലും അതിലൊരു ഗ്രീൻ കളറിൽ ഒരു ഹിൽസോട് കൂടി ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുത്തത്. അതിൽ തന്നെ ഹോം ആയാലും കാറായാലും ഡോഗ് ഒക്കെ നമുക്ക് ഈ അതിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ എടുത്തിട്ട് നമുക്കിപ്പോൾ കേരള ഹോൾഡ് ഹൗസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ വീടുകളൊക്കെ കിട്ടും. അപ്പം ഞാൻ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആയാലും ഗേറ്റ്, ഫെൻസിങ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എൻ്റെ ഫോട്ടോസ് ആയാലും ഒക്കെ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാറ്, നമ്മുടെ സ്കിൻ ടോണ്. പക്ഷെ അതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസാണ് ഞാൻ കൂടുതൽ എഡിറ്റ് ചെയ്യുക. കാരണം വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് അതിൽ വാട്ടർമാർക്ക് ഉണ്ടല്ലോ, വാട്ടർമാർക്ക് മാറ്റണമെങ്കിൽ മന്ത്ലി ഇയർലാണ്ട് പേയ്മെൻറ്റ് ചെയ്യണം നമ്മൾ. എന്നാൽ മാത്രമേ അതിൽ വാട്ടർമാർക്ക് റിമൂവ് ആവുള്ളൂ. വാട്ടർമാർക്ക് റിമൂവ് ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ സ്റ്റിക്കേഴ്സ് ആയാലും എന്തായാലും പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ അപ്പോൾ എഡിറ്റ് ചെയ്യണം കുറച്ച് ഫോട്ടോസ് ഈ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കാട്ടി തരുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് എങ്ങനെയാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ അതിൽ തന്നെ പ്ലേ സ്റ്റോർ എടുക്കാം. എന്നിട്ട് പ്ലേ സ്റ്റോർ എടുത്ത് പിക്സ് ആർട്ട് എന്നടിക്കുമ്പോഴേക്കും ഫസ്റ്റ് വരും. അപ്പോൾ നമ്മളതെടുക്കുമ്പോൾ ഈ അടിയിൽ കാണുന്നത് കണ്ടോ, പിക്സ് ആർട്ട് AI ഫോട്ടോ എഡിറ്റർ ആൻഡ് വീഡിയോ. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് നേരെ എന്നിട്ട് ആ ആപ്പിലേക്ക് കിടക്കാം. പിക്സ് ആർട്ട് എടുത്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് വരിക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഗൂഗിള്, ഫേസ്ബുക്ക് അങ്ങനത്തെ ഇതൊക്കെ വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ സ്കിപ്പ് ഉണ്ട്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട് ചെയ്യാനുള്ള സ്കിപ്പ് ഉണ്ട്. അപ്പോൾ മുകളിൽ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യ ഫോട്ടോ, എഡിറ്റ് ചെയ്യ വീഡിയോ, മേക്ക് കോളേജ് ബാക്ക്ഗ്രൗണ്ട്സ്, ആപ്ലി എഫക്ട്സ്, റീടച്ച് എന്നൊക്കെ വരും. നമുക്കിപ്പോൾ ഒരു ഫോട്ടോയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ ഗാലറി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു. അതിന് ശേഷം നമ്മൾ അതിലിപ്പോൾ കണ്ടോ ഫോർ യു ടൂൾസിൽ ക്രോപ്പ്, ഫ്രീ ക്രോപ്പ്, ഷേപ്പ്, ഡിസ്പേസ്, ക്ലോണൈസ്, മോഷൻ, അഡ്ജസ്റ്റ്, എൻക്ലേവ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എഫക്റ്റുകളാണ് വരുന്നത്. സോറി ഗായ്സ്, ഈ ആപ്പിൽ സ്ക്രീൻ റെക്കോർഡിങ് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കിയപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം നോക്കിയപ്പോഴും അപ്പോൾ ഇതേപോലെ തന്നെ ബ്ലാങ്ക് ആവുമൊക്കെ. അത് കാരണം ഞാൻ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ് എടുത്തിടത്തോളം ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ്.